ഒരു ചായ. ഇപ്പൊ ഈ വൈക്കൊന്നും വരല് കാണില്ലല്ലോ. ഒന്നുമില്ല, ഓരോ ചുറ്റുപാട് ഇങ്ങനെ. ഒരു പൊറാട്ടയും ഒരു ചായയും 20 ശരി വരാം. എല്ലാ ആരിപ്പത് അലിയ എന്തപ്പ എന്റെ കയ്യിലൊരു കവറൊക്കെ? ഇത് ആധാരാണ്. എന്റെ വീടിന്റെ ആവശ്യത്തിനായിരുന്നു. കുറച്ച് പൈസക്ക് ആവശ്യമുണ്ട്. കുറെ ബാങ്ക് ഞാൻ കയറി ഇറങ്ങി. അപ്പൊ ആ പേപ്പർ വേണം ഈ പേപ്പർ വേണമെന്ന് പറയും, ഇറക്കി വിടും. കുറച്ച് പൈസക്ക് ആവശ്യമുണ്ടായിരുന്നു. എന്തിനാ വേജാറാണ് ചങ്ങായിയെ? ഇന്റെ അടുത്ത് നല്ലൊരാളുണ്ട്, ലഞ്ചങ്കോയ, പേര് കേട്ട ആളാ. അയാൾക്ക് ഈ ആധാരം വെച്ചു കൊടുത്താല് നമുക്ക് 50,000 തരും. 3 മാസം കഴിയുമ്പോൾ അടച്ചു കൊടുത്താൽ മതി. 30,000 പലിശ വരുള്ളൂ. എന്നാലും അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ. അപ്പൊ നമുക്ക് എത്ര വരും? 80,000 വരും. അത് അടച്ചാൽ മതി. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഞാൻ ലഞ്ചങ്കോയക്കാരോട് പറഞ്ഞാണ് ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ പൈസ മേടിച്ചു തരാം. ഇന്ന് എനിക്കൊരു 50,000 നിങ്ങൾ മേടിച്ചെന്നൊക്കെ 3 മാസം കൊണ്ട് ഞാൻ അടച്ചു തീർത്തോളാം. എന്നാലേ എന്റെ ആധാരൊക്കെ എടുത്തുകാണ് എന്റെ കൂടെ കണ്ടു പോവാ. എവിടെ എത്തിച്ചേ? എത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്യണേ? ഒന്ന് പെട്ടെന്ന് വാ, എനിക്ക് പുറത്തു പോകാണ്ട്. അസ്സലാമലൈക്കും കോയാക്ക. ഞാൻ പറഞ്ഞ ആള് ഇതാണ്. ബാക്കിയായിരിക്കെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ആള് ക്ലിയർ അല്ലേ? ആളൊക്കെ ക്ലിയർ തന്നെയാണ്. നമ്മൾ 2-3 വട്ടം ആളുകൾക്ക് കൊടുത്തല്ലേ, അതൊക്കെ കറക്റ്റായിട്ട് അടിച്ചല്ലേ എന്നെ കൊണ്ട്. പിന്നെ ഓക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായതോണം വന്നത്. പേപ്പറൊക്കെ ഞാൻ നോക്കിയിരിക്കണ്, ഒക്കെ പക്കയാണ്. നിങ്ങളൊരു പണി, ആ പേപ്പറാണ് മേടിച്ചിട്ട് ഒരു 50,000 ഇങ്ങോട്ട് തരി. ആ പേപ്പർ ഇങ്ങനെ അട്ടിക്കാം. ആധാരം ഇതാണ് ആധാരം. ഇത് കളയണ്ട. 30,000 ഞാൻ പലിശ പറഞ്ഞിട്ടുള്ളത്. 3 മാസം കൊണ്ട് അടിച്ചു തീർക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? ഒരു 50,000 തരിക. 80,000 ഞാൻ തിരിച്ചിങ്ങോട്ട് തരും. എന്റെ പേരെന്താന്ന് എനിക്കറിയില്ലേ? നെഞ്ചങ്കോയ എന്നാണ്. എനിക്ക് 50,000 കൊടുത്താല് 3 മാസത്തിനുള്ളിൽ 50,000 കിട്ടണം. അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഞാൻ ആരാന്ന് എനിക്കറിയില്ലേ? വീട്ടിൽ കയറി കളിക്കും ഞാൻ. പിന്നെ നിങ്ങൾ വിശ്വാസം ഉള്ളതല്ലേ? ഞാൻ ഇന്ന് വരെ നിങ്ങളെ ചതിച്ചിട്ടില്ലല്ല. നിങ്ങൾ ആ പൈസ നിങ്ങൾ പോന്നാണ്. എന്റെ ഉറപ്പിലേ ഞാൻ പൈസ എടുത്തോണ്ട് വരാം. ശരി, ഇപ്പൊ മനസ്സിലായില്ലേ നെഞ്ചങ്കോയക്കാരാന്നുള്ളത്? അത് ശരിക്കും അടിച്ചില്ലെങ്കിലേ അയാളുടെ വീട്ടിൽ ഒരു തല്ലും. മനസ്സിലാക്കിക്കൊണ്ടേ. അതൊക്കെ ഞാൻ കറക്റ്റ് അടച്ചോളാം. 3 മാസം കൊണ്ട് ഞാൻ എടുക്കും. എന്നാ പൈസ ഞാൻ എണ്ണി നോക്കണ? എണ്ണി നോക്കണ്ട. എണ്ണി നോക്കി നെഞ്ചങ്കോയക്ക് ഇഷ്ടമില്ല. എന്നാ ശരി, വരാ. ഇറങ്ങിക്ക. എന്നാ എന്റെ 50,000 എനിക്ക് തരാനുള്ള 5,000 കമ്മീഷൻ കൊണ്ട് കാട്ടിക്കാം. അത് രാത്രി പെരീക്ക് വരും, ഞാൻ അവിടുന്ന് തരണ്ട്. ഉറപ്പല്ലേ? ഉറപ്പായിട്ടും തരും. ഞാൻ അന്ന തെരഞ്ഞു വരികയാണ്. ഇതാ പൈസ ഫുള്ളുണ്ട്. ഓ, അന്ന ഭയങ്കര വിശ്വാസമാണ്. വീടൊക്കെ നന്നാക്കിയല്ല? ആകെ നന്നാക്കി, വല്ല റാഹത്തായി. എന്നാലേ ഞാൻ അത് നെഞ്ചങ്കോയക്കൊക്കെ കൊണ്ടേ കൊടുക്കട്ടെ. ആ വേഗം കൊണ്ടു കൊടുത്തേക്ക്. ആ ചോറ ഒഴിവായി. ശരി. അല്ല കോയക്ക, എന്തിനാ നിങ്ങൾ ഫോൺ ചെയ്ത് വിളിച്ചേ? 3 മാസം കഴിഞ്ഞ് മുതലും പലിശ ഇതുവരെ കിട്ടിയിട്ടില്ല. എന്താ എന്റെ വിചാരം? നെഞ്ചങ്കോയനെ പറ്റി എന്ത് വിചാരിച്ചിട്ടുണ്ട്? നിങ്ങൾ ഇങ്ങനെ ചൂടായിട്ട് കാര്യമില്ല. നിങ്ങൾ മുതലും പലിശയൊക്കെ ഞാൻ കൊടുത്താണ്. നിങ്ങളെ ശിഷ്യ ബ്രോക്കർ അയാളെടുത്ത് എല്ലാം കൊടുത്താണ്. നിങ്ങൾ അയാളോട് ചോദിച്ചു നോക്കി. എത്ര നേരം ഫോൺ ചെയ്ത് കൊടുക്കണേ? എന്താ ഫോൺ എടുക്കാത്ത? ഫോണിന് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടെന്ന്, അതാണ് ഫോൺ അടിച്ചിട്ട് കിട്ടാത്തത്. ഇതങ്ങളെ പൈസ ഒന്ന് എണ്ണി നോക്കി കളി. എണ്ണ പാരമ്പര്യം നെഞ്ചങ്കോയക്കില്ല. ഞാൻ പോട്ടെ. നോക്കിക്കോ. പഠിച്ചവൻ എന്താ പേപ്പർ മാത്രമുള്ള രീതിയില് ആ പാൻ പറ്റിച്ച എല്ലാരും ഞാൻ പറ്റിച്ച അവൻ എന്നെ പറ്റിച്ചല്ലോ ഉറപ്പേ.